നമ്മുടെ ബിസിനസ്സിൽ ക്രോസ് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതെവിടെ പോകുന്നു കാണുന്നില്ല. അങ്ങനെ പല ആൾക്കാരും കംപ്ലൈന്റ് പറയാറുണ്ട്. ബിസിനസിന്റെ ഉള്ളിൽ ഈ ക്രോസ് പ്രോഫിറ്റ് വന്നതുകൊണ്ട് കാര്യമില്ല. ഓപ്പറേഷൻസ് എഫക്റ്റീവ് അല്ലെങ്കിൽ ആ പ്രോഫിറ്റ്, ആ ഗ്രോസ് പ്രോഫിറ്റ് അത് കഴിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഓപ്പറേഷൻ നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിൽ 100% അത് കൺസ്യൂം ചെയ്യും. പല ആൾക്കാരുടെയും ഓപ്പറേഷൻസ് അത് വളരെ ലോസിലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 പ്രൊഡക്ട്സ് അയാൾ സെല് ചെയ്തു, അയാൾക്ക് ഒരു 10,000 രൂപയുടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ കുറെ ആളുകൾ അവിടെ ഒരു തരത്തിലും പ്രൊഡക്റ്റീവ് അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്പേസ് അവിടെ വെറുതെ ഇട്ടിട്ടുണ്ട്, അതിന് റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ 10,000 രൂപ, ഈ ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ ലോസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസിന്റെ എല്ലാ ഏരിയകളും വളരെ പ്രൊഡക്റ്റീവായി മാറുകയും അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ബാലൻസിങ് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലി ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ പ്രോഫിറ്റബിൾ ആണോ എന്ന് നിങ്ങൾ ഇന്റേണൽ ഓപ്പറേഷൻസിനെ ഒരു ഓഡിറ്റിംഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ നഷ്ടപ്പെടുത്തുന്നതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇത് രണ്ടും നോക്കണം. അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യം നേടുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നേടിയത് നഷ്ടപ്പെടുത്തുന്നത്. പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നതാണ് കൂടുതൽ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കസ്റ്റമർ വരുന്നത് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യും, ഇത്ര കസ്റ്റമർ വന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ സെയിൽസ് പീപ്പിളിന്റെയും അവരുടെ കഴിവില്ലായ്മ, ഇൻട്രസ്റ്റ് ഇല്ലായ്മ, അവരുടെ ബിഹേവിയറിന്റെ പ്രശ്നം കൊണ്ട് എത്ര കസ്റ്റമർ നഷ്ടപ്പെട്ടു എന്നുള്ളത് പല ആൾക്കാരും നോക്കാറില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുത്തുക എന്നുള്ളതും വലിയൊരു മിസ്റ്റേക്കാണ്. അത് റിയലൈസ് ചെയ്യുക.